ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ASD അക്കാഡമി. നമ്മുടെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ മാക്സിമം നേരത്തെ അറിഞ്ഞിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിലെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട, എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എല്ലാ അപ്ഡേറ്റ്സും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആദ്യം തന്നെ ഈ വർഷത്തെ ഒരു സംസ്ഥാന ചലച്ചിത്ര പ്രഖ്യാപിച്ച് നമുക്കറിയാലോ, സംസ്ഥാന ചലച്ചിത്ര ഈ ഒരു ജൂറി ചെയർമാൻ എന്ന് പറഞ്ഞ സിനിമാടനുള്ള പ്രകാശ് രാജ് ആയിരുന്നു. അതുപോലെ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹമായിരുന്നു ഈ ഒരു ജൂറിയുടെ ചെയർമാൻ ആയിരുന്നത്. നമ്മുടെ ചലച്ചിത്ര സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള സജി ചെറിയാനാണ് നമ്മുടെ ചലച്ചിത്ര വകുപ്പ് മന്ത്രിയായിട്ടുള്ള സജി ചെറിയാനാണ് ഈ ഒരു പുരസ്കാരങ്ങളും കാര്യങ്ങളും എല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സജി ചെറിയാൻ നമ്മുടെ മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള നമ്മുടെ റസൂൽ പൂക്കുട്ടി ഇപ്പോൾ അവിടെ ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അപ്പൊ പ്രധാനപ്പെട്ട എല്ലാ പുരസ്കാരവും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത്, ഏറ്റവും അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമ എന്ന് പറയുന്നത്, ഏകദേശം 10ഓളം അവാർഡുകൾ നേടിയതാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയാണ് അല്ലെ. മഞ്ഞുമൽ ബോയ്സ് മികച്ച ചിത്രം, സംവിധായകൻ, തിരക്കഥാകൃത്ത് അടക്കം ഒരുപാട് പുരസ്കാരങ്ങൾ മഞ്ഞുമൽ ബോയ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പൊ മികച്ച ചിത്രം ഏതാണ്? ഞാൻ പറഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ്. മികച്ച ചിത്രം ഏതാണ്? ഈ വർഷത്തെ മഞ്ഞുമൽ ബോയ്സ് ആണ്. മികച്ച തിരക്കഥാകൃത്ത്, സംവിധാനം എല്ലാം നേടിയിരിക്കുന്നത് ആരാണ്? ഈ ചിത്രത്തിന് സംവിധാനമുള്ള ചിദംബരമാണ്. മികച്ച സംവിധായകനും തിരക്കഥാകൃത്തും എല്ലാം ആരാണ്? ഈ ചിത്രത്തിന്റെ സംവിധായകൻ തന്നെയായിട്ടുള്ള ചിദംബരമാണ്. അതുപോലെ ഇത് കൂടാതെ ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ച മറ്റു പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത്, മികച്ച ഛായാഗ്രഹനാരാണ്? ഷൈജു ഖാലിദാണ്. ഈ ഒരു സിനിമയുടെ ഛായാഗ്രഹനായുള്ള ഷൈജു ഖാലിദാണ് മികച്ച ഛായാഗ്രഹനായത്. അതുപോലെ കലാസംവിധാനം അജയൻ ചാലിശ്ശേരി. ഇതെല്ലാം മഞ്ഞുമൽ ബോയ്സ് ആണ്. ഇത് കൂടാതെ സ്വഭാവ നടൻ, അത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കുമെങ്കിലും സ്വഭാവ നടനായത് സൗബിൻ ഷാറും ഈ ഒരു ചിത്രത്തിലും കൂടെ അഭിനയത്തിനാണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മഞ്ഞുമൽ ബോയ്സിന് ലഭിച്ച പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ. എന്താണ്? മികച്ച ചിത്രം, സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഛായാഗ്രഹണം, കലാസംവിധാനം, സ്വഭാവ നടൻ, ഇതെല്ലാം മഞ്ഞുമൽ ബോയ്സിനാണ് ലഭിച്ചത്. പിന്നീട് അഭിനയത്തിലേക്ക് വരുമ്പോൾ മികച്ച നടനായത് വീണ്ടും ആര് തന്നെയാണ്? മമ്മൂട്ടി. മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടി അല്ലെ. ഭ്രമയുഗം എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ ഏഴാമത്തെ ബെസ്റ്റ് ആക്ടർ അവാർഡാണ് ആർക്ക് ലഭിച്ചിരിക്കുന്നത്? മമ്മൂട്ടിക്ക് ലഭിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹം ഭ്രമയുഗം എന്ന ചിത്രത്തിൽ ഒരു കൊടുവൺ പോറ്റി, ആ ഒരു നമുക്ക് എല്ലാവർക്കും സിനിമക്കാർക്ക് അറിയാവുന്നതാണല്ലേ. മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും അറിയാം. ഈ വർഷം ഏറ്റവും പോപ്പുലറായ ഒരു സിനിമയാണ്. തീർച്ചയായും ഭ്രമയുഗം നമുക്കറിയാം. കഴിഞ്ഞ വർഷം ഏറ്റവും എല്ലാവരും മണ്ടടിച്ചേണ്ട ഒരു പെർഫോമൻസ് ആയിരുന്നു അല്ലേ, അദ്ദേഹം നെഗറ്റീവ് ഷെയ്ഡ് പെർഫോമൻസ് ഒക്കെ. അപ്പൊ ആ കൊടുവൺ പോറ്റിയായിട്ടുള്ള അഭിനയത്തിന്, ഭ്രമയുഗത്തിലെ അഭിനയത്തിന് ആർക്കാണ്? മമ്മൂട്ടിക്കാണ് മികച്ച നടനുള്ള ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തത് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിലെ അഭിനയത്തിന് ഷംല ഹംസയാണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, ഇതുകൂടാതെ സ്പെഷ്യൽ ജൂറി അവാർഡ് കൂടിയുണ്ട്. മികച്ച അഭിനയത്തിനുള്ള സ്പെഷ്യൽ ജൂറി പ്രത്യേക പരാമർശം ലഭിച്ചത് അഭിനയത്തിന് നടന്മാർ 2 പേർക്കാണ്, ടോവിനോ തോമസിനും അതുപോലെ ആസിഫ് അലിക്കും. ARMലെ അഭിനയത്തിനാണ് ടോവിനോ തോമസിന് ലഭിച്ചത്. അതുപോലെ ആസിഫ് അലിക്ക് കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ആ ഒരു പ്രത്യേക പരാമർശം ലഭിച്ചത്. അതുപോലെ തന്നെ മികച്ച നടിക്കുള്ള പ്രത്യേക പരാമർശം ലഭിച്ച 2 പേർക്കാണ്. ബോഗൻവില്ലയിലെ അഭിനയത്തിന് ജ്യോതിർമയ്ക്കും ലഭിച്ചു. അതുപോലെ തന്നെ പാരഡൈസ് എന്ന സിനിമയിലെ അഭിനയത്തിന് ദർശന രാജേന്ദ്രനും എന്ത് ലഭിച്ചിട്ടുണ്ട്? മികച്ച അഭിനയത്തിനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ മമ്മൂട്ടി ഏറ്റവും കൂടുതൽ അവാർഡ് കിടന്ന, മികച്ചുള്ള അവാർഡ് കിടന്ന നടൻ എന്നുള്ള റെക്കോർഡ് എന്ത് ചെയ്തു? അദ്ദേഹം ഒന്നും കൂടെ ഉറപ്പിച്ചിട്ടുണ്ട്. 7ാമത്തെ അവാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കൂടാതെ സ്വഭാവ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൗബിൻ ഷാറിന് ലഭിച്ചിട്ടുണ്ട്. സ്വഭാവ നടൻ സൗബിൻ ഷാർ ഏ സിനിമയാണ്? മഞ്ഞുമൽ ബോയ്സിൽ അഭിനയത്തിനും അതുപോലെ ഭ്രമയുഗത്തിൽ അഭിനയത്തിന് സിദ്ധാർത്ഥ് ഭരതനും. ഇവർ 2 പേരും എന്ത് ലഭിച്ചിട്ടുണ്ട്? സ്വഭാവ നടനുള്ള പുരസ്കാരം ഇവർ 2 പേർക്കും, സൗബിൻ ഷാറിനും അതുപോലെ സിദ്ധാർത്ഥ് ഭരതനുമാണ് ലഭിച്ചത്. സ്വഭാവ നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലിജോമോൾ ജോസ് ആണ്. അത് നടന്ന സംഭവം എന്ന സിനിമയിൽ അഭിനയത്തിനാണ്. ലിജോമോൾ ജോസ് ആണ് മികച്ച സ്വഭാവ നടിയെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ലിജോമോൾ ജോസ് ആണ് കേട്ടോ. അപ്പൊ സൗബിൻ ഷാറും സിദ്ധാർത്ഥ് ഭരതനുമാണ് സ്വഭാവ നടന്മാർ. നടി ലിജോമോൾ ജോസ് ആണ്. അതുപോലെ തന്നെ മികച്ച സിനിമയ്ക്കുള്ള പ്രത്യേക ജൂറി അവാർഡ് ലഭിച്ചു. മികച്ച സിനിമ നമ്മൾ പറഞ്ഞു മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു. പ്രത്യേക ജൂറി അവാർഡ് ലഭിച്ചു മികച്ച സിനിമയ്ക്കുള്ള ഏതാണ്? പാരഡൈസിനാണ്. പ്രസന്ന വിതനകയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മികച്ച കഥാകൃത്തായിട്ട് തിരഞ്ഞെടുത്തതും പ്രസന്ന വിതനകയാണ് ഈ സിനിമയ്ക്ക് തന്നെ. അത് നമുക്ക് ഒന്നുകൂടെ പറയാം. അതുപോലെ നമുക്കറിയാം, ഇപ്പം പ്രത്യേകമായിട്ട് സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് മികച്ച സിനിമ എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഒരു ണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് സ്ത്രീ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗങ്ങളിലെ മികച്ച സിനിമ എന്നൊരു പുരസ്കാരം കൂടെ കൊടുക്കുന്നുണ്ട് അല്ലെ. അത് ലഭിച്ചത് പായൽ കബാഡിയുടെ പ്രഭയായി നനച്ചതെല്ലാം. നമുക്കറിയാലോ, വളരെ പോപ്പുലർ, ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് അല്ലെ. നമുക്ക് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം ലഭിച്ച ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ആണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ പ്രഭയായി നനച്ചതെല്ലാം അതിന്റെ മലയാളം പരിഭാഷയാണ്, പ്രഭയായി നനച്ചതെല്ലാം. അപ്പൊ അത് ആ സിനിമ സംബന്ധിച്ച പായൽ കബാഡിയേക്കാണ് സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ പുരസ്കാരം, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതുകൂടാതെ ജനപ്രിയ ചിത്രമായിട്ട് ഇതിനകത്ത് ഒരുപാട് പേർക്ക് അറിയാം, മിക്കവരും തിയേറ്ററിലെ കണ്ട വളരെ പോപ്പുലർ ആയിട്ട് ലാസ്റ്റ് ഇയറിലെ ഒരു സിനിമയാണല്ലേ. അപ്പൊ അത് പ്രേമലു ആണ് കേട്ടോ. ജനപ്രിയ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് പ്രേമലു ആണ്. പ്രേമലുവിനാണ് ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്.
അതുകൂടാതെ നമുക്ക് ഗാനരംഗത്തെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളൂടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഗാനരംഗത്തെ അല്ലെ, സിനിമാ ഗാനരംഗത്തെ പ്രധാനപ്പെട്ട പുരസ്കാരം. പിന്നണി ഗായികയായത് എന്ന ചിത്രത്തിലെ ഗാനത്തിന് സെബാട്ടോമിയാണ്. അതുപോലെ മികച്ച ഗായകനായത് ARM എന്ന ചിത്രത്തിലെ ഗാനത്തിന് KS ഹരിശങ്കറാണ്. കിളിയെ ആ ഒരു സോങ്ങിനാണ് KS ഹരിശങ്കർ എന്തായത് മികച്ച ഗായകനായിട്ട് തിരഞ്ഞെടുത്തത്. അതുപോലെ സംഗീത സംവിധാനം മികച്ച പശ്ചാത്തല സംഗീതത്തിൽ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഭ്രമയുഗത്തിന്റെ ക്രിസ്റ്റോ സേവിയർക്കാണ്. ഭ്രമയുഗം എന്ന ചിത്രത്തിന്റെ ആ ഒരു പശ്ചാത്തല സംഗീതം എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റോ സേവിയർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത് മികച്ച സംഗീത സംവിധാനം പശ്ചാത്തല സംഗീത കാറ്റഗറിയിൽ വെച്ചിരുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അതുപോലെ സംഗീത സംവിധാനമായിട്ട് ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? സുഷിൻ ശ്യാമിനാണ്. അത് ബോഗൻവില്ലയ്ക്കാണ് കേട്ടോ. ബോഗൻവില്ലയ്ക്ക് സുഷിൻ ശ്യാമാണ് മികച്ച സംഗീത സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ ഗാനരചയിതാവ് വേടനാണ്. ഇതും മഞ്ഞുമൽ ബോയ്സ് കുതന്ത്രം എന്ന് പറയുന്ന ഒരു പാട്ടിനാണ് മഞ്ഞുമൽ ബോയ്സിലെ ഒരു ഗാനത്തിന് വേടനാണ് മികച്ച ഗാനരചയിതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, അപ്പൊ അത് വേടനാണ്. പിന്നെ അത് കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ മികച്ച തിരക്കഥ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അഡാപ്റ്റേഷൻ അറിയാമല്ലോ, അഡാപ്റ്റഡ് തിരക്കഥയ്ക്കുള്ള അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡ് ലഭിച്ച ലാജോ ജോസിനും അതുപോലെ അമൽ നീരനുമാണ് ചിത്രം ബോഗൻവില്ല. റൂത്തിന്റെ ലോകം എന്ന് പറയുന്ന നോവലാണ്. അതായത് റൂത്തിന്റെ ലോകം എന്ന് പറയുന്ന നോവലിന്റെ തിരക്കഥ രൂപമാണ് എന്ന് പറയുന്നത് ബോഗൻവില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡ് ലഭിച്ചത് ബോഗൻവില്ലയ്ക്കാണ്. മികച്ച കഥാകൃത്ത് പാരഡൈസ് എന്ന സിനിമയ്ക്ക് പ്രസന്ന വിത്താനകയാണ്. അതുപോലെ കിഷ്കിന്താകാണ്ഡത്തിന് ലഭിച്ച മറ്റൊരു അവാർഡ് എഡിറ്റിംഗിന്റെയാണ്. മികച്ച എഡിറ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സൂരജ് ആണ് കിഷ്കിന്താകാണ്ഡം സിനിമയ്ക്കാണ്. അതുപോലെ നവാഗത സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയ്ക്ക് ഫാസിൽ മുഹമ്മദ് ആണ്. ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയുടെ സംവിധായകനായ ഫാസിൽ മുഹമ്മദ് ആണ് മികച്ച നവാഗത സംവിധായകൻ. അതുപോലെ വസ്ത്രാലങ്കാരം വീണ്ടും സമീറ സനീഷ്. അറിയായിരിക്കും, ഒരുപാട് വർഷങ്ങളിൽ കുറെ തവണ അവാർഡ് ലഭിച്ച വസ്ത്രാലങ്കാരത്തിന്റെ അവാർഡ് ലഭിച്ചൊരു വ്യക്തിയാണ് സമീറ സനീഷ് അല്ലെ. ഈ വർഷവും സമീറ സനീഷിന് ലഭിച്ചിട്ടുണ്ട്. രേഖാചിത്രം അതുപോലെ ബോഗൻവില്ല സിനിമകൾക്കാണ്. മേക്കപ്പും അതുപോലെയാണ് റോണക് സേവിയർ. പലതവണ നിങ്ങൾ പഠിച്ചിട്ടുള്ള പേരായിരിക്കും. മേക്കപ്പിന് പലതവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ വ്യക്തിയാണ് റോണക് സേവിയർ. അപ്പോൾ ഇത്തവണയും ഭ്രമയുഗം അതുപോലെ ബോഗൻവില്ല സിനിമകൾക്ക് റോണക് സേവിയർ ആണ് മികച്ച മേക്കപ്പിനുള്ള അവാർഡും ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് സംസ്ഥാന ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ കറന്റ് അഫയേഴ്സ് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക അല്ലെ. മാക്സിമം നേരത്തെ തന്നെ പഠിക്കുക. അത് പിന്നീട് റെഗുലർ ഇന്റർവെൽസ് നമ്മൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് പോകാന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് എല്ലാം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടി കൃത്യമായിട്ട് എല്ലാവരും ചാനലും കാര്യങ്ങളും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിന്റെ പ്രിപ്പറേഷൻസ് അറിയാലോ, ഇതേ രീതിയിൽ കറന്റ് അഫയേഴ്സ് എക്സാമിന് വേണ്ടി പഠിക്കുക എന്നുള്ളത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി നമ്മുടെ കമ്പനി ബോർഡ് LGS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നൊരു ടൈമാണ് അല്ലെ. ഒരുപാട് പേര് ഓൾറെഡി അപ്ലൈ ചെയ്ത് കാണും. അതുപോലെ തന്നെ ഇനിയും അപ്ലൈ ചെയ്തിട്ടില്ലാത്തവരും കാണും. പക്ഷെ പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്. നമുക്കറിയാലോ, ഇത്രയും വേക്കൻസീസ് വരുന്ന മറ്റൊരു LGS പോസ്റ്റ് ഇല്ല. നമ്മൾ ഭാഗ്യം ഉണ്ടോ എന്നുള്ളതല്ല, പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി ആകാൻ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാവർക്കും. അപ്പൊ ഇതുപോലെ ടോപ്പിക് വൈസ് സെക്ഷൻസ് കൂടാതെ തന്നെ കറന്റ് അഫയേഴ്സ് നമ്മൾ ഇതുപോലെ ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ബേസിസിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് ഒരു പേഴ്സണൽ മെന്റർഷിപ്പ് സപ്പോർട്ടോടുകൂടെ തന്നെ നിങ്ങളുടെ കൺവീനിയൻസിന് അനുസരിച്ചുള്ള ഒരു സ്റ്റഡി പ്ലാനും ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ടൈമോ നിങ്ങളുടെ ഷെഡ്യൂളോ ഒന്നും ഒരു പ്രശ്നമായിട്ട് നമുക്ക് വരുത്തില്ല. അതുപോലെ ടോപ്പിക് വൈസ് സെക്ഷൻസ് SCRT പ്രയർ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻസ് അറിയാലോ. SCRT ഒക്കെ ചാപ്റ്റർ വൈസ് സെക്ഷൻസ് കാണും. ടോപ്പിക്സ് നമ്മൾ ഇയർലി കവറേജ് തന്നെ ആയിരിക്കും. റിവിഷനും PYQ സീരീസും എല്ലാം നമുക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ മാക്സിമം ഈ ഒരു ചാൻസ് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. ഇതുപോലെ പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സും ടോപ്പിക്സും എല്ലാമായിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ സീ യു, ബൈ.